കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? പണിമുടക്കായതുകൊണ്ട് എല്ലാവരും ഇന്ന് വീട്ടിൽ തന്നെയായിരുന്നു അല്ലേ? ഇടയ്ക്കിടയ്ക്ക് പണിമുടക്ക് എന്ന് പറയുന്ന ആഘോഷ പരിപാടി നമ്മൾ മലയാളികൾ തകൃതിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് പക്ഷേ ഈ ഭാരത് ബന്ധോ ഹർത്താലോ പണിമുടക്കോ ഒന്നും കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് വളരെയധികം ആഘോഷമാക്കുന്ന ഒരു മനസ്സ് തന്നെയാണ് നമ്മളല്ലേ, മലയാളി പൊളിയല്ലേ. അപ്പം ഹർത്താലുമായിട്ടും ഇന്ന് പൊതുപണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയ പൊതുപണിമുടക്കായിരുന്നു. പക്ഷെ കേരളത്തിലൊഴിച്ച് ഒരു സ്ഥലത്തും ഇത് പണിമുടക്ക് ബാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പോൾ കേരളത്തിലെ ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കര സാക്ഷരതയും മുന്നിട്ട് നിൽക്കുകയാണെങ്കിലും പണിമുടക്ക് എന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വീട്ടിനകത്ത് തന്നെ ഇരിക്കും ഒരു ദിവസത്തെ അല്ലേ. ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും അങ്ങനെ തന്നെയാണ്. ആ അവസ്ഥ തന്നെയാണ് ഇന്നും കേരളത്തിൽ നമ്മൾ കണ്ടത്. ആരും വാഹനങ്ങൾ എടുക്കുന്നില്ല, കടകൾ തുറക്കുന്നില്ല, ആരും പുറത്തു പോകുന്നില്ല. പലതൊക്കെ സൂക്ഷ്മമായിട്ട് മേടിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക, ടി വി ഒക്കെ കണ്ട് അല്ലെങ്കിൽ മൊബൈലും ഒക്കെ ഇരുന്ന് കുത്തി. ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷേ പുറത്തിറങ്ങാനായിട്ട് വണ്ടി എടുക്കാനും വണ്ടി ഓടിക്കാനും ഒന്നും തന്നെ ആരും സമ്മതിച്ചില്ല. സമരാനുകൂലികൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന അതുകൊണ്ടൊക്കെയാണ് ആൾക്കാർ പൊതുവായിട്ട് ഇറങ്ങാത്തത്. അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് പോകാം, ഇഷ്ടമുള്ളവർക്ക് ജോലി ചെയ്യാമെന്നൊക്കെയുള്ള ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ എല്ലാവരും ജോലിക്ക് പോവുകയും എല്ലാവരും കടയൊക്കെ തുറക്കും. അതൊക്കെ തന്നെയാണ് ഈ നിർബന്ധിപ്പിച്ച് അടച്ചാലേ ഉള്ളൂ സംഭവിച്ച അല്പം എന്താ പറയുന്നത്, പ്രൗഢിത്തരമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കടയും വീട്ടിലൊക്കെ ഇരിക്കത്തുള്ളൂ, കടയൊക്കെ അടയ്ക്കത്തുള്ളൂ. കേരളം പോലെ തന്നെ തമിഴ്നാട്, പോണ്ടിച്ചേരി, കർണാടക ഈ സ്ഥലങ്ങളിലൊന്നും പണിമുടക്ക് ബാധിച്ചില്ല. പോണ്ടിച്ചേരി അല്പം ബാധിച്ചു, ബാക്കി ഓരോ സ്ഥലത്ത് പോലും പണിമുടക്ക് ബാധിച്ചില്ല. തമിഴ്നാട്ടിലെ സർക്കാർ ഇതിന് അനുകൂലമായിരുന്നു. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് നമ്മളൊന്ന് കേട്ടു നോക്കും. മലയാളികൾ സത്യം പറഞ്ഞാൽ കേട്ട് പഠിക്കേണ്ട കാര്യമാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത്. നമ്മൾ പലപ്പോഴും തമിഴ്നാടിന് വിവരമില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും സത്യം പറഞ്ഞാൽ അവരെ നമ്മൾ കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നമ്മളതൊന്ന് കേട്ടു നോക്കാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് അധികം ബാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് ചെന്നൈ ആയാലും അല്ലെങ്കിൽ തമിഴ്നാടായാലും കർണാടക ആയാലും ഒക്കെ തന്നെയും സമരം കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. അത് പുതുച്ചേരിയിൽ മാത്രമാണ് കാര്യമായി ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പണിമുടക്ക് ബാധിച്ചിട്ടുള്ളത്. ചെന്നൈയിലും ബാംഗ്ലൂരിലുമൊക്കെ രാവിലെ മുതൽ തന്നെ പൊതുഗതാഗതമൊക്കെ സാധാരണ നിലയിലായിരുന്നു. അതിനുശേഷം ഈ രാവിലെ ഒരു 10 മണിയോടുകൂടി CITUവിൻ്റെയും AITUCയുടെയും INTUCയുടെയും മറ്റ് സർവീസ് സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ ഒരു സമരത്തിനെ അനുകൂലിച്ചു കൊണ്ടുള്ള ചില പ്രകടനങ്ങളൊക്കെ നടന്നു. ആ പ്രകടനങ്ങളിൽ പോലും തൊഴിലാളികളൊക്കെ തങ്ങളുടെ ജോലിയിൽ നിന്ന് വന്ന് പ്രകടനം നടത്തി മടങ്ങുകയാണ് ചെയ്തത്. അത് ഓട്ടോറിക്ഷ തൊഴിലാളികളായിക്കോട്ടെ, ഒപ്പം തന്നെ ഈ ടാക്സി തൊഴിലാളികളായിക്കോട്ടെ, ചുമട്ട് തൊഴിലാളികളായിക്കോട്ടെ, ഇവരൊക്കെയും ആ സമയത്ത് വന്ന് പ്രകടനം നടത്തി മടങ്ങുന്ന ഒരു രീതിയാണ് തമിഴ്നാട്ടിലുടനീളം കേട്ടെ. അവിടുത്തെ ആൾക്കാർ പണിമുടക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും നമ്മുടെ കാർ ഡ്രൈവർമാരും എല്ലാവരും പണിമുടക്ക് പങ്കെടുത്തു. അവരെന്താ ചെയ്തത്? ഈ പ്രകടനം നടക്കുന്ന സമയത്ത് അവിടെ പോയി പ്രകടനത്തിന് പങ്കെടുത്തു. അതിനുശേഷം അവരുടെ ജോലിയിലേക്ക് പോയി. ഇതാണ് സത്യം പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് കർണാടകത്തിൽ സംഭവിച്ചത്. കർണാടകത്തിൽ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. അവർ ജോലി ചെയ്യേണ്ട സമയത്ത് പോയി ജോലി ചെയ്യുന്നു, പ്രകടനം നടക്കേണ്ട സമയത്ത് പോയി പ്രകടനത്തിൽ പങ്കെടുക്കുന്നു, വീണ്ടും ജോലിക്ക് പ്രവേശിക്കുന്നു. നമ്മളെന്താണ് ചെയ്യുന്നത്? ഞാനും പണിക്ക് പോകുന്നില്ല, എന്നാൽ നീയും പണിക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെയും പിടിച്ചു വെക്കുന്ന ഒരു രീതി, ഈ തടങ്കൽ എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയാണ് കേരളത്തിൽ സ്ഥിരം കണ്ടുവരുന്നത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും അവസ്ഥ ഇത് തന്നെയാണ്. നമ്മളത് ശീലിച്ചു പോയി. ഇനിയും തമിഴ്നാട്ടിൽ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം, കേട്ടുനോ. DMK ഒക്കെയും ഈ പണിമുടക്കിനെ അനുകൂലിക്കുമ്പോഴും അത് സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക്, അവരുടെ നിത്യജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറരുത് എന്ന് മന്ത്രിമാരടക്കം ഓരോ വകുപ്പിലുള്ള സർവീസ് സംഘടനകൾക്കും മറ്റും അവരുടെ തൊഴിലാളി സംഘടനയ്ക്കുമൊക്കെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. മാത്രമല്ല തമിഴ്നാട്ടിൽ VCKയുടെ തൊഴിലാളി സംഘടന, ഒപ്പം DMDKയുടെ തൊഴിലാളി സംഘടന, ഇവരൊക്കെയും ഈ ഒരു സമരത്തിൽ പങ്കെടുത്തു. അങ്ങനെ ചില പ്രത്യേക സംഘടനകൾ തമിഴ്
രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടികളുടെ തൊഴിലാളി സംഘടനകളൊക്കെയും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. അവർ സമരത്തിൽ പങ്കാളികളായി. പക്ഷേ സ്വൈര്യ ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ, ആളുകളുടെ വ്യക്തി ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവവും തമിഴ്നാട്ടിൽ ഉണ്ടായില്ല. അതുപോലെ തന്നെയാണ് കർണാടകയിൽ അടക്കം നടന്നത്. ഉന്മേഷ് കണ്ടോ, അവിടുത്തെ സർക്കാരും മന്ത്രിമാരും അവിടുത്തെ ട്രേഡ് യൂണിയൻ അംഗങ്ങളോട് പറഞ്ഞു, ജനജീവിതത്തെ തടസ്സപ്പെടുന്നത് യാതൊരു രീതിയിലുള്ള പരിപാടിയും നടത്തരുത്. അതാണ് അവിടുത്തെ അവസ്ഥ. നമ്മളെന്താണ് പറയുന്നത്? ജനങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വേണം പണിമുടക്ക് വിജയിപ്പിക്കാൻ എന്നുള്ള രീതിയാണ് നമ്മുടെ ഇവിടുത്തെ സംഘടനകൾ സ്വീകരിച്ചു പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ തമിഴ്നാടിനെ കണ്ടുപിടിക്കണം. തമിഴ്നാടും കർണാടകത്തെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമായിട്ടും. അവരുടെ ജനജീവിതം സംഭവിക്കുന്നില്ല, പക്ഷേ അവർ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടുത്തെ എല്ലാ തൊഴിലാളികളും പണിമുടക്കുന്നുണ്ട്, പക്ഷെ ജോലി ചെയ്താണ് അവർ പണിമുടക്കുന്നത്, അല്ലേ? നമ്മളിവിടെ ഒന്നും പറയാതിരിക്കുന്നതല്ല. രാവിലെ തൊട്ട് വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചു, ഏതൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് സ്ഥിരമായിട്ട് കാണാം. തടഞ്ഞു നിർത്തുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, ബഹളം വെക്കുന്നു, എന്തൊക്കെ കലാപരിപാടികളായിരുന്നു. ഏതായാലും ഇതൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഡൽഹി ദേശീയ പണിമുടക്കായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ചില തെറ്റായ നടപടികൾ പിൻവലിക്കണം, അതിനെതിരായിട്ടാണ് സമരം നടത്തിയത്. അപ്പം നമ്മുടെ കേരളത്തിലോ തമിഴ്നാട്ടിലോ സമരം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇത് ഡൽഹിയിൽ എങ്ങനെ ബാധിക്കൂ എന്നുള്ളതാണ് സമരത്തിൻ്റെ വിജയം കാണേണ്ടത്. കാരണം ഡൽഹിയിലിരിക്കുന്നവർക്ക് കണ്ണ് തുറപ്പിക്കണമെങ്കിൽ ഡൽഹിയിൽ എന്ത് സംഭവിച്ചു എന്നറിയേണ്ടത് അത്യാവശ്യമല്ലേ. അവിടെ ഇതിനെ കാര്യമായി ബാധിച്ചോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മൊത്തം ഡൽഹിയിൽ യാതൊരു പ്രശ്നവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ജനജീവിതം വളരെയധികം സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുന്നറിയിപ്പോ ഒരു നിർദ്ദേശമോ യാതൊരു വിധത്തിലും ഇവിടെ നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കുറച്ച് ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ഞാൻ നിൽക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ധാരാളം ഓട്ടോകൾ, പതിവിലും കൂടുതൽ ഓട്ടോകൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും യാത്ര എടുക്കാൻ വേണ്ടി, സവാരിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. ഒരുപാട് യാത്രക്കാരും വരുന്നുണ്ട്. അവരെല്ലാവരും യാത്രക്കാരെയും കൊണ്ട് സവാരികൾ പോകുന്നുമുണ്ട്. അതായത് ഒരു തരത്തിലും ഇവിടെ ഭാരത് ബന്ധോ അല്ലെങ്കിൽ പണിമുടക്കോ ബാധിച്ചിട്ടില്ല. അവിടെയും ബാധിച്ചില്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ് സമരം നടത്തിയതെന്ന് എനിക്കറിയില്ല. ജനങ്ങളോടുള്ള എന്തോന്നോ ഈ കാലോചിതമായ മാറ്റങ്ങൾ സമരത്തിൽ അത്യാവശ്യമായി വേണ്ട കാര്യമാണ്. കാരണം ഒരു ദിവസത്തെ സമരം കൊണ്ട് എത്ര കോടികളുടെ നഷ്ടമാണ് ഈ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിനുണ്ടാകുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തിയാലും. അപ്പോൾ അതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ അത്യാവശ്യമാണ്. നമ്മൾ സമരത്തിൻ്റെ രീതി പറഞ്ഞു തൊഴിൽ സ്തംഭിപ്പിച്ചല്ല സമരം നടത്തുന്നത്, ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടത്. അതൊക്കെ പണ്ടത്തെ കാലം സ്വാതന്ത്ര്യ സമര കാലത്ത് കേട്ടാക്കിയായിരുന്നു അങ്ങനെ. പക്ഷേ ഇത് കാലോചിതമായി മാറ്റങ്ങൾക്ക് തയ്യാറാവണം, വേറെ സമര രീതികൾ ആവിഷ്കരിക്കണം. ഇത് തൊഴിലാളികളുടെ ആവശ്യങ്ങളോടോ അതുപോലെ തൊഴിലാളി സംഘടനകൾ പറയുന്ന കാര്യങ്ങളോടോ ഒന്നും ഞാൻ മോഹത്തിരിക്കുന്നില്ല. എനിക്ക് അനുഭാവപൂർവമായ നിലപാട് തന്നെയാണ്. പക്ഷേ ഇതിന് ഇത്രയും കുറച്ച് ആൾക്കാരുടെ പ്രശ്നത്തിൽ ഈ ഭൂരിപക്ഷം വരുന്ന ജനജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള കാരണം ആവശ്യമുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുപോലെ മലയാളികളായാലും ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരും അന്നന്നത്തെ ജോലിയിൽ സമ്പാദിക്കുന്ന കാശ് കൊണ്ടാണ് അന്നം മേടിക്കുന്നത്. അത് പിറ്റേന്ന് നീക്കി വെക്കാനുള്ളതൊന്നുമില്ല, ആ അവസ്ഥയാണ്. അപ്പോൾ ഒരു ദിവസത്തെ തൊഴിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് നിത്യജീവിതത്തെ ബാധിക്കും. പക്ഷേ സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ച് അതൊന്നുമില്ല. ഇപ്പം ഡയറ്റ് നോൺ ബാധമാക്കി എന്ന് പറഞ്ഞാലും കുറച്ചുനാൾ കഴിയുമ്പോൾ അവർ ഒപ്പിട്ട് കാശ് മേടിക്കൂടെ, അതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതി അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.